നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മകം നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മകം നക്ഷത്രം അന്ത്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം അനുകൂലമാണ്. വ്യാഴം ചാരവശാൽ 11ലേക്ക് മാറുന്നതുകൊണ്ടും ഭാഗ്യകരമായിരിക്കുന്ന അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. വരുമാനത്തിൽ ഗണ്യമായിരിക്കുന്ന മാറ്റം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്തെ ഉന്നതി, രാജകീയ ബഹുമാനസ്ഥാന ലഭി, പ്രശസ്തി എന്നിവ ഫലമാകുന്നു. പുതിയ ഭൂമി, വാഹനം എന്നിവ നേടിയെടുക്കുവാനും സാധിക്കും. കുടുംബത്തിലെ പ്രയാസങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതാണ്. സാധ്യതകൾ ഏറെയുള്ളൊരു വർഷമാണിത്. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലരായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. തടസ്സത്തിലായിരുന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും പ്രശസ്തി, അംഗീകാരം എന്നിവ ലഭിക്കുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അഷ്ടമശനി സമയമായതുകൊണ്ട് തന്നെ ആരോഗ്യ വിഷയത്തിൽ ജാഗ്രത വേണം. വിഷമജ്വരങ്ങൾ നിമിത്തമായിട്ട് കഷ്ടതകൾ അനുഭവമായേക്കാം. ദുരാരോപണങ്ങൾ കേൾക്കുവാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കേണ്ടതാണ്. ആത്മീയമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടതായും വന്നേക്കാം. പ്രധാനപ്പെട്ട ചില ചുമതലകൾ വഹിക്കേണ്ടതായി വരും. ഉത്തരവാദിത്വത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.